എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് ഏത് പോർഷൻ ആണെന്ന് അറിയുമോ? മലയാളം പോർഷൻ തന്നെയാണ്. 16ാമത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന്. 16ാമത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. 35 ക്വസ്റ്റ്യൻ ആണ്. 10 ഹെഡിങ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. 10 ഹെഡിങ് ആണ് എല്ലാ ദിവസവും പഠിച്ചു പോകുന്നത്. ഇന്ന് നമ്മൾ 35 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ 15 റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തല്ലോ. അതിൽ 28 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 15ാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് 28 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. എല്ലാവരും അത് ഒരുപാട് തവണ റിവൈസ് ചെയ്ത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഒരു ദിവസം പഠിക്കാനുള്ള കുറച്ച് നോട്ട്സാണ് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ കംപ്ലീറ്റ് ആക്കണം. നാളെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിനും അത് ഇരട്ടിയാകും. അതുകൊണ്ട് അതാത് ദിവസത്തെ പോർഷൻ റിവൈസ് ചെയ്ത് തന്നെ കംപ്ലീറ്റ് ആക്കണേ. നമ്മൾ 16ാമത്തെ റിവിഷൻ ക്ലാസ്സിൽ 15ാമത്തെ റിവിഷൻ ക്ലാസ് വരെ നമ്മൾ കുറേ കാര്യങ്ങൾ തീർന്നായിരുന്നു. വിപരീതപദവും ശൈലികളും ഒക്കെ തീർന്നായിരുന്നു, കംപ്ലീറ്റ് ആയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റപ്പദം. ഇന്നത്തോടെ റിവിഷൻ ക്ലാസ്സോടെ നമ്മുടെ ഒറ്റപ്പദങ്ങൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. റിവിഷൻ പോർഷനകത്ത് റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തി ഇനിയും വരുന്നുണ്ട്. അടുത്തത് എവിടെയെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് ഒറ്റപ്പദങ്ങൾ തന്നെ ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് നടത്തണം. എല്ലാവരും നന്നായി പഠിക്കണേ. വിശേഷണങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ ആദ്യം പഠിക്കുന്നത് വിശേഷണങ്ങളാണ്. 5 വ്യക്തികളുടെ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഋതുക്കളുടെ കവി ചെറുശ്ശേരി. വിപ്ലവ കവി വയലാർ രാമവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 5 വിശേഷണങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 5 പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. അറിയാവുന്നതാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാമല്ലോ, വീണ്ടും അതിൻ്റെ പുറകെ പോകണ്ടേ. ആത്മകഥകളാണ് രണ്ടാമത്തെ ഹെഡിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 4 ആത്മകഥകളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ. 4 പ്രധാനപ്പെട്ട ആത്മകഥകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ആരുടെ ആത്മകഥയാണെന്ന് ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് ഓരോ പോർഷനും നന്നായി തന്നെ റിവൈസ് ചെയ്തു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3ാമത്തെ ഹെഡിങ് ആണ് പഴഞ്ചൊല്ലുകൾ. പ്രധാനപ്പെട്ട 2 പഴഞ്ചൊല്ലാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽസ്. താൻ പാതി ദൈവം പാതി. താൻ പാതി ദൈവം പാതി. ബേർഡ്സ് ഓഫ് എ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഇനത്തിൽ ചേരും. ഇനത്തിൽ ചേരും. അടുത്ത 4ാമത്തെ ഹെഡിങ് ആണ് തർജ്ജമ. 3 തർജ്ജമകൾ, 3 ഇംഗ്ലീഷ് സെന്റൻസിന്റെ മലയാളം തർജ്ജമ നമ്മൾ നോക്കുന്നുണ്ട്. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്. പുതിയ തുടക്കം നൽകുക. ജസ്റ്റ് എറൗണ്ട് ദി കോർണർ. ഉടനെ നടക്കാൻ സാധ്യതയുള്ള കാര്യം. ടു ഗെറ്റ് ദി ബോൾ റോളിംഗ്. ഒരു കാര്യം ആരംഭിക്കുക. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്. പുതിയ തുടക്കം നൽകുക. ജസ്റ്റ് എറൗണ്ട് ദി കോർണർ. ഉടനെ നടക്കാൻ സാധ്യതയുള്ള കാര്യം. ടു ഗെറ്റ് ദി ബോൾ റോളിംഗ്. ഒരു കാര്യം ആരംഭിക്കുക. അടുത്ത 5ാമത്തെ ഹെഡിങ് ആണ്. 6 അർത്ഥങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അർത്ഥമാണ് അടുത്ത ഹെഡിങ് ആയിട്ട് നോക്കുന്നത്. ആനകം പെരുമ്പറ. ആമം വിലങ്ങ്. ഇക്ഷു കരിമ്പ്. ഇത്തി പൂച്ച. ഇനപം കർപ്പൂരം.
എന്തൂരം ചുണ്ടലി, എന്തൂരം ചുണ്ടലി, ആനകം പെരുമ്പറ, ആമം വിലങ്ങ്, യക്ഷു കരിമ്പ്, ഇത്തി പൂച്ച, ഇനപം കർപ്പൂരം, എന്തൂരം ചുണ്ടലി. അടുത്ത പ്രധാനപ്പെട്ട ഹെഡിങ് ആണ് കവിവാക്യം. ഒരു കവിവാക്യം ആരുടെ കവിതയാണ്, ഏത് കവിതാ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മരതക പച്ചില കാട്ടിലൻ മരണശയ്യ വിരിക്കൂ സഖാക്കളെ, വസുധയോടൊരു വാക്കു ചൊന്നിട്ടിതാ വരികയായി ഞാൻ അല്പം ക്ഷമിക്കണേ. അന്നും ഇന്നും, ചങ്ങമ്പുഴയുടെ അന്നും ഇന്നും എന്ന കവിതാ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒരു മരതക പച്ചില കാട്ടിലൻ മരണശയ്യ വിരിക്കൂ സഖാക്കളെ, വസുധയോടൊരു വാക്കു ചൊന്നിട്ടിതാ വരികയായി ഞാൻ അല്പം ക്ഷമിക്കണേ. നന്നായി പഠിക്കണം കേട്ടോ. ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് നോക്കുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കാൻ വളരെ ഈസിയാണ്. അടുത്തത് 7ാമത്തെ ഹെഡിങ് ആണ് ഒറ്റപ്പദം. 7ാമത്തെ ഹെഡിങ് ആണ് ഒറ്റപ്പദം. 6 ഒറ്റപ്പദങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 6 പ്രധാനപ്പെട്ട ഒറ്റപ്പദങ്ങൾ നമുക്ക് പഠിക്കാം. ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം, ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ, കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം, ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം, നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം. ക്രോധത്തോടു കൂടിയവൻ ക്രുദ്ധൻ, ക്രോധത്തോടു കൂടിയവൻ ക്രുദ്ധൻ. ഭർത്താവിൽ നിഷ്ഠ പതിവ്രത, ഭർത്താവിൽ നിഷ്ഠയുള്ള പതിവ്രത. ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം. ക്രോധത്തോടു കൂടിയവൻ ക്രുദ്ധൻ. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത. അടുത്ത ഹെഡിങ് ആണ് അർത്ഥവ്യത്യാസം. 4 അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഭാജനം, ഭോജനം. ഭാജനം എന്ന് പറയുന്നത് പാത്രമാണ്, ഭോജനം എന്ന് പറയുന്നത് ആഹാരമാണ്. ഭാജനം പാത്രം, ഭോജനം ആഹാരം. അടുത്തത് താര നക്ഷത്രം, താര പൂവ്. താര നക്ഷത്രം, താര പൂവ്. അങ്ങനെ 4 അർത്ഥവ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ഹെഡിങ് ആണ് പര്യായ പദങ്ങൾ. പര്യായ പദങ്ങൾ 2 പര്യായ പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബ്രഹ്മാവ്, മഞ്ഞ്. അഥവാ ചോദിച്ചാലോ ഇച്ചിരി വലുതാണ് എങ്കിലും നമ്മളത് പഠിക്കാം. ഓക്കെ. ബ്രഹ്മാവ്, മഞ്ഞ്. ബ്രഹ്മാവ് വിരിഞ്ചൻ, അജൻ, സ്വയംഭൂ, നാൻമുഖൻ, പിതാധാവ്, പിതാമഹൻ. ബ്രഹ്മാവെന്ന് പറയുന്നതിന് നമ്മൾ ഒരുപാട് അർത്ഥങ്ങൾ നോക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഓപ്ഷനകത്ത് വന്നാൽ ഓർത്തെടുക്കാൻ എളുപ്പമാണല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. മനസ്സിൽ ഓപ്ഷൻ വായിക്കുമ്പോൾ അതൊന്ന് മനസ്സിൽ തട്ടിയെടുത്താലോ നമുക്കതൊരു മാർക്ക് സ്കോർ ചെയ്യുമല്ലേ. അതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിരുത്തി വായിക്കാം. വിരിഞ്ചൻ, അജൻ, സ്വയംഭൂ, നാൻമുഖൻ, പിതാധാവ്, പിതാമഹൻ. ബ്രഹ്മാവിൻ്റെ മറ്റുള്ള മീനിങ് ആണ് നമ്മൾ നോക്കിയത്. മഞ്ഞ് നീഹാരം, തുഷാരം, പ്രാലേയം, ഹിമം, തുഹിനം. നീഹാരം, തുഷാരം, പ്രാലേയം, ഹിമം, തുഹിനം. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണല്ലോ. അതങ്ങ് ഹൃദയസ്ഥമാക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കൊരു ജോലി വേണം. അത് നമുക്ക് സ്ഥിരമായ ഒരു ജോലിയാകുമ്പം നമുക്ക് ഒത്തിരി സന്തോഷവുമാണ്, നമുക്കൊരു പദവിയാണ്, നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ആഗ്രഹമാണല്ലോ. ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പല ജോലികളും ചെയ്ത് നമുക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക. അടുത്ത ലാസ്റ്റ് ഹെഡിങ് ആണ് പദശുദ്ധി. പാഠകം, ലാഞ്ചന. 2 കറക്റ്റ് വേർഡ് മീനിങ് മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. കറക്റ്റ് വേർഡ്, അതായത് കൃത്യമായ വാക്കുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്, സ്പെല്ലിംഗ് തെറ്റാതെ. പാഠകം, ലാഞ്ചന. പാഠകം എങ്ങനെ എഴുതേണ്ടിയെന്നൊന്ന് നോക്കണേ, ലാഞ്ചന എങ്ങനെ എഴുതേണ്ടിയെന്നൊന്ന് നോക്കുക. PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ മനസ്സിലാഗ്രഹം കാണും. പക്ഷേ അതിനൊരു സ്ട്രക്ചർ, ഒരു ടൈം ടേബിൾ പോലെ നമ്മുടെ സമയത്തെ ക്രമീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മൾ റെഡിയായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള വീട്ടിലെ മറ്റുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുമ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞ് എല്ലാവരും നമ്മെ അംഗീകരിക്കും.
സാധിക്കുകയുള്ളൂ. എന്താണ് നീ ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അല്ല ഇന്ന ജോലി കിട്ടി, ഇന്ന പൊസിഷനാണ് എന്ന് പറയുന്ന ഒരു മറുപടി നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നന്നായി പഠിച്ചെടുക്കുക.